ഹായ്, ഞാൻ രാജി. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണ്. ഒരുപാട് വെറൈറ്റി ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളും ഇതിൻ്റെ ലാസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ഗാർഡൻ ബിന്ദു മാമിൻ്റെ ഹോം ഗാർഡനാണ്. അപ്പോൾ ഒരുപാട് ചെടികളുള്ള ഒരു ഗാർഡനാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷനുള്ള ഒരു ഗാർഡനാണ്. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓൺലൈനായിട്ട് തന്നെ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അടുത്ത് തന്നെ ഞാൻ ബിന്ദു മാമിൻ്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പ്ലാന്റ്സുകളൊക്കെ അയച്ചു തരുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ബൊഗൈൻവില്ലാസും ഈ ഒരു ഹോം ഗാർഡനിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസും ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ബൊഗൈൻവില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് വേണം ഈ ഒരു ബൊഗൈൻവില്ല പ്ലാന്റ് സെറ്റ് ചെയ്യാൻ. നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുകയുള്ളൂ. അതുപോലെ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും പുതിയ മുട്ടുകളൊക്കെ വന്ന് വീണ്ടും ഫ്ലവർ ചെയ്യും. അപ്പോൾ അതുപോലെ NPK വളങ്ങളും ഒക്കെ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ് ബൊഗൈൻവില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർ വാങ്ങി വളർത്താൻ പറ്റിയ വെറൈറ്റിയാണ്. അപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് നഴ്സറികളിലൊക്കെ പല വെറൈറ്റീസും കാണാറുണ്ട്. അതുപോലെയുള്ള എല്ലാ വെറൈറ്റീസും ഈ ഒരു ഹോം ഗാർഡനിലും അവൈലബിൾ ആണ്. സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് സൈസും റേറ്റുമാണിത്. ഇന്ന് കാണിച്ചിട്ടുള്ള പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.